ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുവർണ. നയപരമായ ഏതു തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോഴും രാജ്യത്തെ ദരിദ്രരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും താൽപര്യത്തിന് മുൻതൂക്കം നൽകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ജനങ്ങളുടെ സാമ്പത്തിക ഉന്നമനം ത്വരിതപ്പെടുത്തുന്നതിന് ഡാറ്റാ വിശകലനവും തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള വികസന പരിപാടികളുടെ നടപ്പാക്കലും രാഷ്ട്രത്തിന് സഹായമായതായി രാഷ്ട്രപതി പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ ഇന്ത്യൻ ഇക്കണോമിക് സർവീസിലെ പ്രൊബേഷണേഴ്സ് ഗ്രൂപ്പിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീമതി ദ്രൌപദി മുർമു. ഒന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. 17 സംസ്ഥാനങ്ങളിലെയും ലക്ഷദ്വീപ് ഉൾപ്പെടെ 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 മണ്ഡലങ്ങളിൽ വെള്ളിയാഴ്ചയാണ് വോട്ടെടുപ്പ്. തമിഴ്നാട്ടിലെ 39 മണ്ഡലങ്ങളിലും രാജസ്ഥാനിൽ 12 ഉത്തർപ്രദേശിലെ 8 മധ്യപ്രദേശിലെ 6 സീറ്റുകളിലും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. മഹാരാഷ്ട്രയിലെയും ഉത്തരാഖണ്ഡിലെയും അസമിലെയും 5 സീറ്റുകളിലും 19-നാണ് വോട്ടെടുപ്പ്. മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളും താരപ്രചാരകരും ആവേശകരമായ പ്രചാരണം തുടരുന്നു. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി ബീഹാറിലും പശ്ചിമബംഗാളിലും അസമിലും എൻഡിഎ പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു. നാളെ ശ്രീ മോദി അസമിലെ നൽബാരിയിലും റാലിയെ അഭിസംബോധന ചെയ്യും. ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ, മുതിർന്ന ബിജെപി നേതാവും ആഭ്യന്തരമന്ത്രിയുമായ അമിത് ഷാ, കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ എന്നിവരും ഇന്ന് വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി അസമിലെ ജോർഹട്ട് ജില്ലയിൽ റോഡ് ഷോ നടത്തി. തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി നാളെ സിൽച്ചാറിൽ പ്രചാരണം നടത്തും. അസമിലെ 14 ലോക്സഭാ സീറ്റുകളിലേക്ക് 3 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മാതൃകാ പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കി 1 മാസം പിന്നിടുമ്പോൾ ചട്ടം പാലിക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾ പുലർത്തുന്ന ജാഗ്രതയിൽ തൃപ്തരെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സുതാര്യതയും തുല്യതയും നടപ്പിലാക്കുക എന്നതാണ് കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്ന മുഖ്യ മാർഗനിർദ്ദേശം. മാർച്ച് 16-ന് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ശേഷം വിവിധ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും പ്രചാരണം സമാധാനപരമായി തുടരുന്നതായി കമ്മീഷൻ വിലയിരുത്തി. എന്നാൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന ചില പ്രവണതകൾ കർശനമായി നിരീക്ഷിക്കാനും ചട്ടങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്ന സ്ഥാനാർത്ഥികൾ, നേതാക്കൾ, പ്രയോഗങ്ങൾ എന്നിവ കൂടുതൽ നിരീക്ഷിക്കാനും കമ്മീഷൻ തീരുമാനിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം കേരളത്തിലും ആവേശകരമായി തുടരുന്നു. ഈ മാസം 26-നാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ്. സ്ഥാനാർത്ഥികളും മുതിർന്ന നേതാക്കളും താരപ്രചാരകരും സംസ്ഥാനത്ത് പ്രചാരണം തുടരുകയാണ്. മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ പിണറായി വിജയൻ ഇന്ന് ആലത്തൂർ മണ്ഡലത്തിൽ LDF പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു. CPIM ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും LDF പ്രചാരണത്തിനായി എത്തിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാവും വയനാട് സ്ഥാനാർത്ഥിയുമായ രാഹുൽ ഗാന്ധി ഇന്ന് കോഴിക്കോടും വയനാട്ടിലും റോഡ് ഷോയിൽ പങ്കെടുത്തു. മുതിർന്ന കോൺഗ്രസ് നേതാവും കർണാടക ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാർ ഇന്ന് തിരുവനന്തപുരത്തും മട്ടന്നൂരിലും UDF പ്രചാരണ യോഗത്തിൽ പങ്കെടുത്തു. മല്ലികാർജ്ജുൻ ഖർഗെ, പ്രിയങ്ക ഗാന്ധി, രേവന്ത് റെഡ്ഡി തുടങ്ങിയ നേതാക്കളും UDF പ്രചാരണത്തിനായി വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെത്തും. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ 3 മുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. ദേശീയ നേതാക്കളെ ഉൾപ്പെടെ രംഗത്തെത്തിച്ചാണ് BJP സ്ഥാനാർത്ഥി V. മുരളീധരനും UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശും LDF സ്ഥാനാർത്ഥി V. ജോയും പ്രചാരണം ശക്തമാക്കുന്നത്. നവമാധ്യമങ്ങളിലൂടെ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങൾക്കെതിരെയും വ്യക്തിഹത്യക്കെതിരെയും നടപടി ആവശ്യപ്പെട്ട് വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KK ശൈലജ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകി. UDF സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ ചേർന്ന് വ്യക്തിഹത്യ ചെയ്യുന്നതായാണ് പരാതി. കൊല്ലം പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി M. മുകേഷിനെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ LDF പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി കൺവീനറും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 8 ജില്ലകളിലെ മുഴുവൻ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം എന്നീ ജില്ലകളിലെ മുഴുവൻ ബൂത്തുകളിലുമാണ് തത്സമയ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തുന്നത്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 2ാം ഘട്ടം EVM റാൻഡമൈസേഷൻ പൂർത്തിയായി. 30,238 ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളാണ് സംസ്ഥാനത്ത് ഉപയോഗിക്കുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ പറഞ്ഞു. 2023 സിവിൽ സർവീസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ലക്നൌ സ്വദേശി ആദിത്യ ശ്രീവാസ്തവ 1ാം റാങ്ക് നേടി. ഒഡീഷയിൽ നിന്നുള്ള അനിമേഷ് പ്രധാൻ 2ാം റാങ്കും തെലങ്കാന സ്വദേശി ഡൊന്നൂരു അനന്യ റെഡ്ഡി 3ാം റാങ്കും കരസ്ഥമാക്കി. 4ാം റാങ്ക് എറണാകുളം സ്വദേശി PK സിദ്ധാർത്ഥ് രാംകുമാറിനാണ്. സംസ്ഥാനത്തെ സ്കൂൾ കുട്ടികൾക്ക് നൽകുന്ന ഉച്ചഭക്ഷണത്തിന് ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് ബാധകമാക്കേണ്ടതില്ലെന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെയും ബാറ്റിംഗ് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ് മത്സരം. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ കൊൽക്കത്ത 13 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 134 റൺസ് എന്ന നിലയിലാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.